ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം 2026 ഫെബ്രുവരി 21 അഡ്ലേഡ് ഓവലിൽ നടന്ന മൂന്നാം ടി20 മത്സരത്തിൽ ഓസ്ട്രേലിയൻ വനിതാ ടീമിനെതിരെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ 2-1 വരെ പരമ്പര സ്വന്തമാക്കി. പരമ്പരയിലെ അവസാന മത്സരത്തിൽ 17 റൺസിനാണ് ഇന്ത്യ വിജയം നേടിയത്. തകർപ്പൻ ബാറ്റിംഗും ചിട്ടയായ ബോളിംഗുമായിരുന്നു ഈ വിജയത്തിനു പിന്നിൽ. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന 55 പന്തിൽ നിന്ന് മിന്നുന്ന 82 റൺസ് നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടു. ജമീമ റോഡ്രിഗസിന്റെ മികച്ച അർദ്ധസെഞ്ചുറിയും ചേർന്നപ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 176 റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോറിലെത്തി. ശക്തരായ ഓസ്ട്രേലിയൻ ടീമിനെതിരായ ഈ ടി20 പരമ്പരയിൽ ഇന്ത്യൻ ടീം അവരുടെ അതിജീവനശേഷിയും തന്ത്രപരമായ നീക്കങ്ങളും തെളിയിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയം നേടുകയായിരുന്നു. ടി20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശക്തി ഈ പരമ്പര വിജയം വ്യക്തമാക്കുന്നു. ഭാവിയിലെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഇതൊരു വലിയ മാതൃകയാകുമെന്നതിൽ സംശയമില്ല. വ്യക്തിഗത മികവുകളും കൂട്ടായ പ്രകടനങ്ങളും ഒരുപോലെ കാണാൻ സാധിച്ച ഈ പരമ്പര ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. വലിയ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ പോലും തിരിച്ചുവന്ന പരമ്പര നേടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത് അവരുടെ തന്ത്രപരമായ പക്വതയും ടീമിന്റെ ആഴവും എടുത്തു കാണിക്കുന്നു. അഡ്ലേഡിൽ നടന്ന നിർണായക മത്സരത്തിലേക്ക് കടക്കുമ്പോൾ പരമ്പര 1-1 വരെ എന്ന നിലയിൽ സമനിലയിലായിരുന്നു. ആദ്യ മത്സരം DLS നിയമപ്രകാരം ഇന്ത്യ ജയിച്ചപ്പോൾ വാശിയേറിയ പരമ്പരയുടെ തുടക്കമായിരുന്നു അത്. എന്നാൽ കാൻബറയിലെ മനുക്ക ഓവലിൽ നടന്ന രണ്ടാം ടി20യിൽ ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചടിച്ചു. 19 റൺസിന് ജയിച്ച് അവർ പരമ്പര സമനിലയിലാക്കി. ആ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചത് പിന്തുടർന്ന് ജയിക്കാവുന്ന ഒരു ടാർഗറ്റ് പ്രതീക്ഷ നൽകി. ജോർജിയ വോളിന്റെ തകർപ്പൻ 88 റൺസിന്റെ മികവിൽ ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടി. അരുന്ധതി റെഡ്ഡി 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ഓസ്ട്രേലിയൻ മധ്യനിരയുടെ മുന്നേറ്റം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ മറുപടി ബാറ്റ് ചെയ്തപ്പോൾ സമ്മർദ്ദത്തിൽ അവരുടെ ബാറ്റിംഗ് നിര തകരുകയും വിജയലക്ഷ്യം നേടാനാകാതെ വരികയും ചെയ്തു. ഈ ഫലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം എടുത്തു കാണിച്ചു. ഇതോടെ അവസാനത്തെ T20 ആ ഒരു വിജയിക്കെല്ലാം എന്ന മത്സരമായി മാറി ആരാധകരെയും കളിക്കാരെയും ഒരുപോലെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തി. പരമ്പരയിലെ ഈ മാറുമറിയുന്ന അവസ്ഥ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഉയർന്ന നിലവാരത്തിലുള്ള മത്സരശേഷിയും വ്യക്തിഗത മികവും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അഡ്ലേഡിൽ നടന്ന പരമ്പര ഉറപ്പിക്കാനുള്ള മൂന്നാം ടി20 മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിക്കും നിർണായകമായിരുന്നു. സ്മൃതി മന്ദാനയുടെ തകർപ്പൻ ഇന്നിംഗ്സ് ആക്രമിച്ചു കളിച്ചപ്പോഴും നിയന്ത്രണം വിടാതെ മുന്നോട്ടു പോകുന്ന ബാറ്റിംഗിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. ബൗണ്ടറികൾ കണ്ടെത്താനും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും മന്ദാന ശ്രദ്ധിച്ചു. സ്കോർബോർഡ് എപ്പോഴും ചലിച്ചു മുന്നേറി. ജമീമ റോഡ്രിഗസുമൊത്തുള്ള അവരുടെ കൂട്ടുകെട്ട് ആഷ്ലി ഗാർണർ, സോഫി മോളിന്യൂക്സ്, കിം ഗാർത്ത്, ജോർജിയ വെയർഹാം തുടങ്ങിയ പ്രഗത്ഭർ ഉൾപ്പെട്ട ഓസ്ട്രേലിയൻ ബൌളിംഗ് നിരക്കെതിരെ ഒരു മികച്ച സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നതിൽ നിർണായകമായി. കഴിവും അനുഭവസമ്പത്തുമുള്ള ഈ ഓസ്ട്രേലിയൻ ബൌളർമാർ ഇന്ത്യൻ ബാറ്റർമാർക്ക് തുടർച്ചയായി വെല്ലുവിളിയുയർത്തിയെങ്കിലും മന്ദാനയും റോഡ്രിഗസും തളരാതെ പിടിച്ചുനിന്നു. സമ്മർദ്ദത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള അവരുടെ കഴിവ് ഇവിടെ തെളിയിക്കപ്പെട്ടു. ഇതിൽ മന്ദാനയുടെ ഇന്നിംഗ്സ് തുടക്കം മുതൽക്കേ കളിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കാനുള്ള അവരുടെ ഫോമും ലക്ഷ്യവും വ്യക്തമാക്കുന്നതായിരുന്നു. ഇന്ത്യയെ 176/6 എന്ന മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ ഇത് വലിയ ഊർജ്ജം നൽകി. ഈ തന്ത്രപരമായ ബാറ്റിംഗ് ശൈലി ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ മികച്ചൊരു സ്കോർ ഉറപ്പാക്കി. അത് ഓസ്ട്രേലിയൻ ചേസിംഗിന് മേൽ തുടക്കത്തിൽ തന്നെ വലിയ സമ്മർദ്ദമുണ്ടാക്കി. ഈ പ്രകടനം ഇന്ത്യൻ ബൌളർമാർക്ക് ആത്മവിശ്വാസത്തോടെ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കളമൊരുക്കി. 176 റൺസ് പ്രതിരോധിക്കാനിറങ്ങിയ ഇന്ത്യൻ ബൌളർമാർ ഒരുമിച്ച് മൂർച്ചയേറിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയൻ ചേസിംഗിനെ അത് ശരിക്കും പൂട്ടിക്കെട്ടി. യുവതാരം ശ്രേയങ്ക പാട്ടീൽ തുടക്കത്തിൽ തന്നെ കളിയുടെ ഗതി മാറ്റിമറിച്ചു. ജോർജിയ വോൾ, എല്ലിസ പെറി തുടങ്ങിയ പ്രധാന ബാറ്റർമാരെ പുറത്താക്കി ടോപ്പ് ഓർഡർ പൊളിച്ചെടുക്കിയതോടെ ശ്രേയങ്ക പാട്ടീൽ ഒരു ഗെയിം ചേഞ്ചറായി. കൃത്യമായ സമയങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയയുടെ ആവേശം കെടുത്താനും വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് അവരെ തടയാനും ശ്രേയങ്കയ്ക്ക് കഴിഞ്ഞു. അച്ചടക്കമുള്ള ഈ ബൌളിംഗിന് കൂടുതൽ കരുത്ത് പകർന്നത് ശ്രീചരണിയുടെ പ്രകടനമാണ്. 3 വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയയുടെ ശക്തമായ ബാറ്റിംഗ് നിരയെ ശ്രീചരണി തകർത്തെറിഞ്ഞു. ആഷ്ലി ഗാർണറെ പോലുള്ള വെടിക്കെട്ട് ബാറ്റർമാർ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ കൃത്യതയാർന്ന ലൈനുകൾക്കും ലെങ്തുകൾക്കും മുന്നിൽ ഓസ്ട്രേലിയക്ക് തുടർച്ചയായ റൺസ് ഉയർത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ടീമിന്റെ തന്ത്രപരമായ ഫീൽഡ് വിന്യാസങ്ങളും വ്യത്യസ്തമായ ബൌളിംഗ് പ്ലാനുകളും ഓസ്ട്രേലിയൻ ബാറ്റർമാരെ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കി. റൺ ചേസ് വിജയകരമാക്കാൻ ആവശ്യമായ താളം കണ്ടെത്താൻ അവർക്കതുകൊണ്ട് കഴിഞ്ഞില്ല. ഈ കൂട്ടായ ബൌളിംഗ് മികവാണ് ഇന്ത്യക്ക് 17 റൺസ് വിജയം ഉറപ്പാക്കാനും പരമ്പര നേടാനും വഴിയൊരുക്കിയത്. അന്നത്തെ കളിയിലെ അവരുടെ തന്ത്രപരമായ മേൽക്കോയ്മ ഇത് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ പരമ്പര വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് വലിയൊരു നാഴികക്കല്ലാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. 3 മത്സരങ്ങളുള്ള ഈ ടി20 പരമ്പര ശരിക്കും ആവേശം നിറഞ്ഞതായിരുന്നു. ഇരു ടീമുകളും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതോടെ വനിതാ ക്രിക്കറ്റിന്റെ കരുത്തും വ്യാപ്തിയും എത്രത്തോളം വളർന്നു എന്ന് വ്യക്തമാവുകയാണ്. ഓസ്ട്രേലിയയുടെ കിം ഗാർത്തും ജോർജിയ വെയർഹാമും പല ഘട്ടങ്ങളിലും മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചു. സോഫി മോളിന്യൂക്സിന്റെ സാന്നിധ്യം ടീമിന് കൂടുതൽ പരിചയസമ്പത്ത് നൽകിയെങ്കിലും നിർണായക നിമിഷങ്ങളിൽ ഇന്ത്യയുടെ കൂട്ടായ ബാറ്റിംഗും ബൌളിംഗുമാണ് വിജയിച്ചത്. സ്മൃതി മന്ദാനയുടെ തകർപ്പൻ ബാറ്റിംഗും പാട്ടീലിന്റെ മികച്ച ബൌളിംഗും ഉൾപ്പെടെയുള്ള വ്യക്തിഗത പ്രകടനങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി കളിതിരിക്കാൻ നിർണായകമായി. ഓസ്ട്രേലിയയിൽ നേടിയ ഈ 2-1 വരെ പരമ്പര വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു പ്രധാന നേട്ടം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീമുകളിലൊന്നിനെതിരെ പ്രതികൂല സാഹചര്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ടീമിന്റെ കഴിവുകളുടെയും തുടർച്ചയായ വളർച്ചയുടെയും തെളിവ് കൂടിയാണ്. ഈ പരമ്പര ആരാധകരെ സംബന്ധിച്ച് അടുത്ത മത്സരങ്ങൾക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഈ 2 മികച്ച ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടങ്ങൾ ഇനിയും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.